സ്ഫടികം ഇറങ്ങിയിട്ട് ഇന്ന് 31 വർഷമാണ്. 1995 മാർച്ച് 30 ഇറങ്ങിയ സിനിമയാണ് സ്ഫടികം. ആടുതോമ അല്ലെങ്കിൽ തോമാച്ചനായിട്ട് മോഹൻലാൽ കസറിയ സിനിമ, ചാക്കോ മാഷായിട്ട് തിലകന്, അതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും ഗംഭീരമാണ്, അതിഗംഭീരമാണ്. സ്ഫടികം എക്കാലത്തെയും മികച്ച മോഹൻലാലിന്റെ കഥാപാത്രങ്ങളൊന്നാണ്, എക്കാലത്തെയും മികച്ച വിജയങ്ങളിലൊന്നാണ്. അതിനകത്ത് സംശയമില്ലാത്ത കാര്യമാണ്. അന്നേരം സ്ഫടികം ഇറങ്ങിയിട്ട് ഇന്ന് 31 കൊല്ലമായി. അതേ വർഷം ഇറങ്ങിയ മറ്റൊരു ചിത്രമാണ് കിങ് എന്ന് പറയുന്ന സിനിമ, ദി കിങ്. അതിനകത്തെ ജോസഫ് അലക്സിനെയും ഒരിക്കലും ഒരാൾ മറക്കത്തില്ല. മമ്മൂട്ടിയുടെ അസാധാരണ കഥാപാത്രം. അതിനകത്ത് ഈ പറഞ്ഞ പോലെ മുരളിയായാലും ദേവനായാലും അതിൻ്റെ ഓരോ സീനും ചിലപ്പോൾ ഇന്റർവൽ ബ്ലോക്ക് അല്ല, എല്ലാ സീനുകളും അതിനകത്ത് ഇൻട്രോ സീൻ പോലെ എടുത്തു വെച്ചേക്കുന്നു. ഡയലോഗ് ഡെലിവറി ഒക്കെ അന്നത്തെ ഏറ്റവും ഹിറ്റായ സിനിമ. എൻ്റെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ സെൻട്രൽ റിലീസ് ചെയ്ത, അതായത് 40 സെൻട്രൽ കൂടുതൽ റിലീസ് ചെയ്ത ആദ്യത്തെ മലയാള സിനിമയും കിങ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി വെക്കുക. 95 ഈ രണ്ട് സിനിമകൾ റിലീസായത്, സ്ഫടികവും കിങ്ങും. ഇന്നും ഓരോ വർഷവും കഴിയുമ്പോഴും ഓരോ ദിവസം കഴിയുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്നത് ഇത് രണ്ടും ഗംഭീര സിനിമയാണ്. രണ്ട് ഫാൻസുകാർ നല്ല, എല്ലാ മലയാളികൾക്കും ഇഷ്ടമുള്ള രണ്ട് ചിത്രങ്ങളാണ് സ്ഫടികവും കിങ്ങും. പക്ഷേ ഇതിലേതാണ് ഇയർ ടോപ്പർ? ഇപ്പൊ എൻ്റെ ഒരു വിശ്വാസത്തിൽ ഇയർ ടോപ്പർ എന്ന് പറയുന്നത് കിങ് ആണെന്നാണ്. പക്ഷേ നമ്മളിപ്പം പല സോഷ്യൽ, ഇതിപ്പോൾ ഗൂഗിളിൻ്റെ ആയാലും വിക്കിപീഡിയ ഒക്കെ നോക്കുമ്പോൾ ചിലതിനകത്ത് കിങ് കാണിക്കും, ചിലതിനകത്ത് സ്ഫടികം കാണിക്കും. ഇത് തന്നെ എല്ലാ വട്ടവും ചർച്ചയ്ക്ക് വിധേയമാകുന്ന, എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇയർ ടോപ്പറിന്റെ കാര്യത്തിൽ സംശയം ജനിപ്പിക്കുന്ന ചിത്രങ്ങൾ ഇത് തന്നെയാണ്. സ്ഫടികമാണോ കിങ് ആണോ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത്? അന്നേരം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. എൻ്റെ അഭിപ്രായത്തിൽ കിങ് ആണ്. സ്ഫടികം അതിഗംഭീര സിനിമയാണെന്നുള്ളത് സംശയം വേണ്ട, ഗംഭീര കളക്ഷൻ നേടിയ ചിത്രമാണ്. പക്ഷെ അതിനകത്ത് ഏറ്റവും മുൻപന്തിയിൽ നമ്പർ 1 എത്തിയത് കിങ് ഓർ സ്ഫടികം.